Hi dears, how are you? All of you are fine? I also fine. എല്ലാവർക്കും സുഖമല്ലേ? യെസ്, മിസ്സിന് സുഖം തന്നെയാണ്. നമ്മുടെ ഇംഗ്ലീഷിൽ യു ആർ വെൽക്കം ടു മൈ നെക്സ്റ്റ് ഇംഗ്ലീഷ് ക്ലാസ്. നമ്മളെ ഇംഗ്ലീഷിൻ്റെ ലാസ്റ്റ് ക്ലാസ്സാണിത് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വർക്ക്ഷീറ്റ് ഇതിന് ശേഷം നമുക്ക് വർക്ക്ഷീറ്റും ആക്ടിവിറ്റി ഷീറ്റ്സൊക്കെ ഉണ്ട്. അതൊക്കെ മിസ്സ് വാട്സപ്പിലൂടെ സെൻഡ് ചെയ്ത് തരും കേട്ടോ, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ. യെസ്, ഓക്കെ. യെസ്, ലിസൺ. ഇൻ ദി ലാസ്റ്റ് ക്ലാസ് വി ലേൺഡ് അബൌട്ട് ദി ചാപ്റ്റർ സ്പൈ, അല്ലേ? ഐ സ്പൈ. In that chapter, two children are there is a conversation between two children. They are playing a game, I spy, alle. One is asking something and one is closing their eyes and they are saying the answer. At that time they are saying the answer, alle. That is the game. Okay, we can go through the exercise. We can go through the exercise of that chapter. Page number 35. Page number 35. Just like the postman hordes. Just like the postman, do you also ride a bicycle? What precautions do you take for a safe ride? ഈ പോസ്റ്റ്മാനെ പോലെ നിങ്ങളും ബൈസിക്കിൾ റൈഡ് ചെയ്യാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ബൈസിക്കിൾ റൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെ പ്രിക്കോഷൻസ് മീൻസ് മുൻകരുതൽ, നിങ്ങൾ എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കാറ് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ്, വൊക്കാബുലറി. Make two words from these words. The first one has been done for you. ഇതിൽ നിന്ന് എന്ത് ചെയ്യുക, ഈ വേർഡ്സിൽ നിന്ന് 2 വേർഡ്സ് വീതം ഉണ്ടാക്കാനാണ് പറഞ്ഞത്. ഈസിയാണ്. എന്താണ്, ഫസ്റ്റ് പാർട്ട് ഒരു വേർഡും സെക്കൻഡ് പാർട്ട് മറ്റൊരു വേർഡും ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഹാൻസം. ഹാൻസം. അത് ഈ ഹാൻസം എന്നുള്ളത് എങ്ങനെ എഴുതി നമ്മൾ? ഹാൻഡ് സം, അല്ലേ? ഹാൻഡ് സം. നെക്സ്റ്റ്, അണ്ടർസ്റ്റാൻഡ്. അണ്ടർസ്റ്റാൻഡ് എങ്ങനെ എഴുതും നമ്മൾ? അണ്ടർസ്റ്റാൻഡ്. Understand. Understand. Under plus stand. Understand. Under plus stand. Understand. Under plus stand. Next, afternoon. Afternoon. After plus noon. Next number, inside. Inside. In plus side. Next number 5, reddish. Reddish. Red plus dish. Number 7, someone. Someone. Some plus 1. Some plus 1. Okay. Yes, we can make from a large word we can make so many words. Yes, you can write this. Yes. Next, pronunciation. Pronunciation. Repeat after your teacher. Pronunciation. OW sound. OW sound. Yes, all of you repeat after me. Yes, listen. Low, glow, grow, slow, crow, throw, flow, blow, narrow, sorrow. Once again. Low, glow, grow, slow, crow, throw, flow, blow, narrow, sorrow. Yes.
നെക്സ്റ്റ് ലിസണിങ് ആൻഡ് സ്പീക്കിംഗ്. ദർ ഇസ് എ കോൺവെർസേഷൻ. ഐ ടോൾഡ് യു മെനി ടൈംസ് അല്ലേ, കോൺവെർസേഷൻ. എക്സ്പ്രസിങ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. ലൈക്ക് മീൻസ് ഇഷ്ടം അനിഷ്ടവും കാണിക്കുന്ന എക്സ്പ്രഷനാണ് ഇവിടെ കാണിക്കുന്നത്. നോക്കുക, ഫോം പെയേഴ്സ് ആൻഡ് പ്രാക്ടീസ് ദ ഡയലോഗ്. ഓക്കെ. ഹു ഈസ് യുവർ ഫേവറേറ്റ് മൂവി സ്റ്റാർ? വൺ ചൈൽഡ് ഈസ് ആസ്കിങ് ടു അനദർ ചൈൽഡ്. ഹു ഈസ് യുവർ ഫേവറേറ്റ് മൂവി സ്റ്റാർ? ആരാണ് മൂവി? വാട്ട് ഈസ് മീൻ മൂവി? മൂവി മീൻസ് ഫിലിം അല്ലേ, മൂവി, ഫിലിം സ്റ്റാർ. ആരാണ് നിൻ്റെ ഫേവറേറ്റ് ഫിലിം സ്റ്റാർ? ആരാണ് നിൻ്റെ ഫേവറേറ്റ് ഫിലിം സ്റ്റാർ? ഐ ലൈക്ക് ജാക്കി ചാൻ. ഡോണ്ട് യു? ഐ ലൈക്ക് ജാക്കി ജാൻ. എനിക്ക് ആരെയാണ് ഇഷ്ടം? എനിക്ക് ജാക്കി ജാനെ ഇഷ്ടം. നിനക്ക് ഇഷ്ടമുണ്ടോ? ഡോണ്ട് യു? നിനക്ക് ഇഷ്ടമുണ്ടോ? വൺസ് അഗൈൻ, ഹു ഈസ് യുവർ ഫേവറേറ്റ് മൂവി സ്റ്റാർ? ഐ ലൈക്ക് ജാക്കി ജാൻ. ഡോണ്ട് യു? യെസ്, you can practice. Next, listen adjectives. Adjectives or describing words. We learned about this in your grammar. In our grammar we learned about adjectives or describing words. എന്താണ് ഡിസ്ക്രൈബ്, എന്താണ് ഉദ്ദേശിക്കുന്നത്? adjectives or describing words is a എന്താണ് explaining അല്ലേ, we are explaining a noun or a place or a തിങ് എക്സെട്ര അല്ലേ. നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ അധികം എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഒരു നൗണിനെ കുറിച്ചോ, ഒരു നാമത്തെക്കുറിച്ചോ, ഒരു പ്ലേസിനെ കുറിച്ചോ, ഒരു ആനിമലിനെ കുറിച്ചോ, ഒരു സാധനത്തെക്കുറിച്ചോ നമ്മൾ അധികം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അതിനാണ് എന്ത് പേര് വരുന്നത്? അജക്റ്റീവ്സ് ഓർ ഡിസ്ക്രൈബിംഗ് വേർഡ്സ്. നാമവിശേഷം. ഇൻ മലയാളം അജക്റ്റീവ്സ് മീൻസ് നാമവിശേഷം. നാമത്തെ വിശേഷിപ്പിക്കുകയാണ് നമ്മൾ കേട്ടോ. നോക്കുക, അണ്ടർലൈൻ ദ അജക്റ്റീവ്സ് ഇൻ ദീസ് സെൻറ്റൻസ് അല്ലേ. നമ്മൾ കുറേ പഠിച്ചതല്ലേ നമ്മൾ. ഇത് അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തത്, ഹീ ഈസ് വിയറിങ് എ ബ്രൗൺ യൂണിഫോം. ഹീ ഈസ് വിയറിങ് എ ബ്രൗൺ യൂണിഫോം. എന്താണ്? അവനൊരു ബ്രൗൺ യൂണിഫോം ധരിച്ചിട്ടുണ്ട്. അതിലേതാണ് അജക്റ്റീവ് വരിക? ബ്രൗൺ അല്ലേ. ഹീ ഈസ് വിയറിങ് എ ബ്രൗൺ യൂണിഫോം. ബ്രൗൺ ആണ് അജക്റ്റീവ് വരിക അല്ലേ. ബ്രൗൺ ആണ് അജക്റ്റീവ് വരിക. പിന്നെ നോക്കുക, അതേപോലെ ഇതാ മിസ് വേറൊരു എക്സാമ്പിൾ ഇതാ. ദ ഡോഗ് ഈസ് എ ഫെയ്ത്ത്ഫുൾ ആനിമൽ. ദ ഡോഗ് ഈസ് എ ഫെയ്ത്ത്ഫുൾ ആനിമൽ. ഡോഗ് ഒരു വിശ്വസ്തനായ ആനിമലാണ് അല്ലേ, നമുക്കറിയാം. ദ ഡോഗ് ഗാർഡ്സ് അവർ ഹൗസ് അല്ലേ. വീട്, ഒരു ഡോഗ് നമ്മുടെ വീട് കാക്കുന്നു അല്ലേ. ദ ഡോഗ് ഈസ് എ ഫെയ്ത്ത്ഫുൾ ആനിമൽ. അപ്പോൾ ഇതിലേതാണ് ഡിസ്ക്രൈബിംഗ് വേർഡ് വരിക മക്കളെ? ഇതിലേതാ ഡിസ്ക്രൈബിംഗ് വേർഡ് അല്ലെങ്കിൽ അജക്റ്റീവ് ഏതാ വരിക? നമ്മൾ ഡോഗിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് അല്ലേ. ഏതാണ് വരിക? ഫെയ്ത്ത്ഫുൾ. ഏതാ വരിക? ഫെയ്ത്ത്ഫുൾ അല്ലേ, വിശ്വസ്തൻ, ഫെയ്ത്ത്ഫുൾ. അതുപോലെ we have some adjectives. All of you take your pencils. All of you ready to take pencils? Okay. Underline the adjectives in these sentences. ഈ സെൻറ്റൻസിലെ adjectives underline ചെയ്യാനാണ് പറഞ്ഞത്. നോക്കുക, നമ്പർ 1, she wears neat dresses. അതിലേതാ വരിക? അവൾ നല്ല നീറ്റായിട്ടുള്ള ഡ്രസ്സ് ധരിച്ചിട്ടുണ്ട്. ഏതാ അതിൽ അജക്റ്റീവ് വരിക? ഏതാ വരിക? നീറ്റ് അല്ലേ. അണ്ടർലൈൻ നീറ്റ്. നെക്സ്റ്റ് നമ്പർ 2, യു ആർ എ ഗുഡ് ബോയ്. ഏതാ വരിക? ഗുഡ് അല്ലേ. ഞാനന്ന് നിങ്ങളോട് ഗ്രാമർ എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ടീച്ചറിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അല്ലേ. ടീച്ചറിനെ കുറിച്ച് കുറച്ച് ഡിസ്ക്രൈബിംഗ് വേർഡ് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു മിസ്സ്? ടീച്ചർ ഈസ് ഗുഡ്, ടീച്ചർ ഈസ് ബാഡ്, ടീച്ചർ ഈസ് ഫാറ്റ്, ടീച്ചർ ഈസ് തിൻ, ടീച്ചർ ഈസ് ടോൾ, ടീച്ചർ ഈസ് ഷോർട്ട് അല്ലേ. അതുപോലെ അത് കുറേ പറഞ്ഞതാണ്. ടീച്ചർ ഈസ് ബ്യൂട്ടിഫുൾ, ടീച്ചർ ഈസ് അഗ്ലി, അങ്ങനെ. അതുപോലെ അതാണ് ഡിസ്ക്രൈബിംഗ് വേർഡ് അല്ലേ. നിങ്ങൾ മറന്നവർക്ക് വേണ്ടി ഒന്നും കൂടി പറയുകയാണ് മിസ്സ്. അപ്പം ശ്രദ്ധിക്കുക. എന്താണ്? യു ആർ എ ഗുഡ് ബോയ്. ഏതാണ് വരിക? ഗുഡ്. അണ്ടർലൈൻ ഗുഡ്. നെക്സ്റ്റ്, ദ ബ്ലൂ കാർ ഈസ് മൈൻ. All of you listen me. The teacher is wearing a blue mafta. അല്ലേ. കളറിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം അല്ലേ. The teacher is wearing a blue mafta. Okay. The blue.
Next, number 4. My brother is tall. My brother is tall. Underline tall. Next, the apples are sweet. Apple, we know apple are sweet. Apple's taste is sweet. മധുരമുള്ളതാണ് അല്ലേ? Sweet. Underline. Next, the big book is on the table. ബുക്കിനെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. The big book is on the table. ബിഗ് ബുക്ക്, നല്ല കട്ടിയുള്ള ബുക്ക് അല്ലേ? The big book is on the table. The big book is on the table. Yes. അപ്പോൾ എന്താണ്? ബിഗ്, വലിയ. അണ്ടർലൈൻ. Next, listen. Writing practice. All of you listen. Look at this picture and write 5 sentences describing it. ഈ പിക്ചർ കണ്ടില്ലേ മക്കളെ? നിങ്ങൾ ഈ പിക്ചർ നോക്കിയിട്ട് എന്ത് ചെയ്യുക? 5 സെൻറ്റൻസ് നിങ്ങൾ എഴുതണം. ഈ പിക്ചറിൽ എന്തൊക്കെയാണ് ഉള്ളത് അത് നോക്കിയിട്ട് നിങ്ങൾ 5 സെൻറ്റൻസ് എഴുതണം. എങ്ങനെ നിങ്ങൾ എഴുതുക? എന്തൊക്കെയാണ് ഇതിലുള്ളത്? there is a postmaster inside the post office. പിന്നെ he is looking in the computer അല്ലേ? and one man is posting the letter, and a postman is handling a letter അല്ലേ? a postman is handling a letter, and 2 children are standing in a queue. 2 children are standing in a queue. പിന്നെ എന്തൊക്കെ? there is a bag. there is a bag on the shoulder of a postman അല്ലേ? there is a bag in the postman's shoulder അല്ലേ? like that. Can you write? Once again, listen once again. I will say once again. You should write here and send me. I will say once again. We can see in this picture, we can see a post office. അങ്ങനെ ചെയ്താൽ എല്ലാ കാര്യങ്ങളും മിസ് എഴുതി തന്നാൽ പിന്നെ നിങ്ങൾ വെറും സ്പൂൺ ഫീഡിങ് ആയി മാറും. അപ്പോൾ എന്ത് ചെയ്യുക? മിസ് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അതുപോലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ നിങ്ങൾ എഴുതുക കേട്ടോ. അപ്പം എന്താണ്? വി ക്യാൻ ഇൻ ദിസ് പിക്ചർ. അറ്റ് ഫസ്റ്റ് യു റൈറ്റ് ഇൻ ദിസ് പിക്ചർ വി ക്യാൻ സീ എ പോസ്റ്റ് ഓഫീസ്. ഇതുപോലെ നിങ്ങൾക്ക് എക്സാമിനെ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ഓൺലൈൻ എക്സാം ആയതുകൊണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചാണ്. നിങ്ങൾ സ്കൂളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇതുപോലെ എല്ലാ എക്സാമിനും ഇതുപോലെ പിക്ചർ ഉണ്ടാവും. ഇതുപോലെ പിക്ചർ തന്നിട്ട് ഈ പിക്ചറിനെ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടാവാറുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ നിങ്ങൾക്കൊരു പ്രാക്ടീസ് ആവട്ടെ. അതുപോലെ 3rd സ്റ്റാൻഡേർഡ് മുതൽ എന്തായാലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക. ഇൻ ദിസ് പിക്ചർ വി ക്യാൻ സീ എ പോസ്റ്റ് ഓഫീസ്. പിന്നെന്ത് എഴുതും നിങ്ങൾ? ദ പോസ്റ്റ് മാസ്റ്റർ ഈസ് working in the computer അല്ലേ? the postmaster is working something, or postmaster is working in the computer. Next, a man is posting a letter in the post box. A man is posting a letter in the post box. പിന്നെ a postman is handling a letter, and 2 children are standing in a queue. 2 children are standing in a queue, and there is a bag on the shoulder of a postman. Okay, you can write. Yes. Next, values for life. Values for life. Do you remember why your friend helped you last time? Would you like to help someone in your neighborhood? Tell the class why you would like to help that animal or a person. എന്താ ചോദ്യം? ഡു യു റിമെമ്പർ വൈ യുവർ ഫ്രണ്ട് ഹെൽപ്ഡ് യു ലാസ്റ്റ് ടൈം? നിങ്ങളുടെ ഫ്രണ്ട് എന്തിനാണ് നിങ്ങളെ ഏറ്റവും അവസാനം നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളെ സഹായിച്ചത് എന്തിനാണ്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. വുഡ് യു ലൈക്ക് ടു ഹെൽപ്പ് സംവൺ ഇൻ യുവർ നൈബർഹുഡ്? നിങ്ങളുടെ അയൽപക്കത്ത് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ടെൽ ദ ക്ലാസ് വൈ യു വുഡ് ലൈക്ക് ടു ഹെൽപ്പ് ദാറ്റ് ആനിമൽ ഓർ എ പേഴ്സൺ. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് അയാളെ ഹെൽപ്പ് ചെയ്ത്, ഒരു മനുഷ്യനെ, ഒരാളെ അല്ലെങ്കിൽ ഒരു ആനിമലിനെ ഹെൽപ്പ് ചെയ്ത്, അത് നിങ്ങളെ ക്ലാസ്സിൽ വിവരിക്കാൻ പറയാം. വി ഹാവ് നോ ക്ലാസ് നൗ അല്ലേ? യു ക്യാൻ ഡിസ്ക്രൈബ് ഫ്രം യുവർ ഹോം. ഓക്കെ. നെക്സ്റ്റ്, സോൾവ് ദീസ് riddles. Yes, solve these riddles. Number 1, I shine by day. There are hints. I shine by day. I rhyme with bun. I am the dash. I rhyme with bun.
ഞാൻ എന്താകുന്നു, ഡേ ടൈമിൽ ഞാൻ ഷൈൻ ചെയ്യും, ഡേ ടൈമിൽ ഞാൻ പ്രകാശിക്കും. ഐ റൈം വിത്ത് ബൺ. ബണ്ണിനോടാണ് എൻ്റെ റൈം അല്ലേ. ബൺ പോലെയാണ് എൻ്റെ റൈമിംഗ് വേർഡ് വരുന്നത്. ബണ്ണിൻ്റെ പ്രൊനൗൺസിയേഷൻ പോലെയാണ് എൻ്റെ റൈമിംഗ് വേർഡ് വരുന്നത്. ഏതാണത്? ഐ ആം ദി വെരി ഗുഡ്, വെരി ഗുഡ്. ഐ ആം ദി സൺ. ഐ ആം ദി സൺ. വെരി ഗുഡ്. നെക്സ്റ്റ് നമ്പർ 2. ഐ റൺ ഓൺ റെയിൽസ്. ഐ റൈം വിത്ത് ബ്രെയിൻ. ഐ ആം ദി ഡാഷ്. ഐ റൺ ഓൺ റെയിൽസ്. ഐ റൈം വിത്ത് ബ്രെയിൻ. ഐ ആം ദി ഡാഷ്. എന്താണ്? ഞാൻ റെയിൽ പാളത്തിലൂടെയാണ് ഓടുന്നത്. ഐ റൈം വിത്ത് ബ്രെയിൻ. എൻ്റെ റൈമിംഗ് വേർഡ് എങ്ങനെയാണ് വരുന്നത്? ബ്രെയിനുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത്. ഐ ആം ദി വി നോ ഐ ആം ദി ട്രെയിൻ അല്ലേ. ഐ ആം ദി ട്രെയിൻ. നെക്സ്റ്റ് നമ്പർ 3. ഐ ആം എ ഫ്രൂട്ട്. ഐ റൈം വിത്ത് ടേപ്സ്. ഐ ആം ഡാഷ്. ഐ ആം എ ഫ്രൂട്ട്. ഞാനൊരു ഫ്രൂട്ടാണ്. ഐ റൈം വിത്ത് ടേപ്സ്. ടേപ്സ് എന്ന വേർഡുമായിട്ടാണ് എൻ്റെ റൈമിംഗ് വേർഡ് വരുന്നത്. ഏതാണ്? ഐ ആം ഗ്രേപ്സ് അല്ലേ. ഐ ആം ഗ്രേപ്സ്. നെക്സ്റ്റ്, ഐ ഹെൽപ്പ് യു ടെൽ ടൈം. ടൈം പറഞ്ഞു തരാൻ ഞാൻ നിങ്ങളെ സഹായിക്കുന്നുണ്ട്. ഐ റൈം വിത്ത് റോക്ക്. റോക്കുമായിട്ടാണ് എൻ്റെ റൈമിംഗ് വേർഡ്. റോക്കാണ് അല്ലേ. എന്നോട് താരതമ്യമുള്ള റൈമിംഗ് വേർഡ് ഏതാണ്? റോക്കാണ്. ഐ ആം എ ഡാഷ്. നമുക്ക് ടൈം പറഞ്ഞു തരുന്നത് ആരാ മക്കളെ? യെസ്, ഐ ആം എ ക്ലോക്ക്. ഐ ആം എ ക്ലോക്ക്. യെസ്, ഐ ആം എ ക്ലോക്ക്. യെസ്. Now we have a small chapter also. ഒരു ചെറിയ ചാപ്റ്റേഴ്സും കൂടി നമുക്ക് എടുക്കാം. അതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ എടുക്കാം കേട്ടോ. ഇത് കുറച്ചേ ഉള്ളൂ. അപ്പം ഈ ചെറിയ ചാപ്റ്ററും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ എടുക്കാം. യെസ്. ടേക്ക് പേജ് നമ്പർ 38. പേജ് നമ്പർ 38. പേജ് നമ്പർ 38. When the sun shines. 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 Okay, do you like sunshine? നിങ്ങൾ സൺഷൈൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? സൂര്യൻ ഉദിക്കുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം? മഴ പെയ്യുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം? ഡു യു ലൈക്ക് സൺഷൈൻ ഓർ റെയിൻഫാൾ? ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം? രണ്ടും ഇഷ്ടാവൂലേ? ചിലർ പറയുന്നുണ്ടാവും എന്ത്, if there is rainfall, heavy rainfall, we can't play, we can't go out അല്ലേ. And some are saying if there is rainfall, I like rainfall because എന്താണ്, we have no hot അല്ലേ, we have no hot. But some are saying if there is sunshine, we can play a lot, we can go out, we can play a lot, etc. Okay. Yes. What will you be feeling if the sun rays fall in your eyes directly? ഈ സൺറൈസ് നിങ്ങളുടെ കണ്ണിലേക്ക് നേരെ പതിച്ചാൽ എന്താവും നിങ്ങളുടെ ഫീലിംഗ്? നിങ്ങൾ ഇഷ്ടമുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടാവുമോ അല്ലേ? സൺറൈസ് നമ്മളെ കണ്ണിലേക്ക് നേരെ പതിക്കുകയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല അല്ലേ. ദർ ഇസ് സം ഡിസ്റ്റർബൻസ് ഫോർ അവർ ഐസ് അല്ലേ. അതെന്താണ്, നമ്മുടെ കണ്ണിന് ഭയങ്കര ഡിസ്റ്റർബൻസ് ആവും അത് അല്ലേ. സൂര്യരശ്മി നേരെ നമ്മളെ കണ്ണിലേക്ക് പതിച്ചാൽ നമ്മൾ എത്ര നേരം നോക്കി നിൽക്കും അല്ലേ? നമുക്ക് നോക്കി നിൽക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. പെട്ടെന്ന് നമ്മൾ സൂര്യനിലേക്ക് നോക്കിയിട്ട് നമ്മൾ പെട്ടെന്ന് നമ്മളെ കണ്ണവിടുന്ന് മാറ്റും അല്ലേ. നമുക്ക് നോക്കി നിൽക്കാൻ പറ്റില്ല. In this chapter a poet is saying about sunshine. Circle the things that shine to cause a shadow. ഇത് നോക്കുക. എന്താണ് ഇതിൽ ഏതൊക്കെ ഷൈൻ ചെയ്യുമ്പോൾ, ഏതൊക്കെ തിളങ്ങുമ്പോഴാണ് നമുക്ക് ഷാഡോ ഉണ്ടാവുക, നിഴൽ വരിക? ഏതൊക്കെ തിളങ്ങുമ്പോഴാണ് നിഴൽ വരിക നോക്കുക. Circle the things that shine to cause a shadow. Number 1 sun. Number 2 moon. Number 3 light bulb. Number 4 fire. Number 5 book. Number 6 fan. Number 7 flower. Number 8 chair. ഏതൊക്കെയാണ്?
ഇതിലേതൊക്കെ തിളങ്ങുമ്പോഴാണ് നമ്മളതിൻ്റെ മുൻപിൽ നിൽക്കുകയാണ്. നമ്മളതിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ നമ്മളെ നിഴൽ അല്ലെങ്കിൽ വേറൊരു സാധനം അതിൻ്റെ മുൻപിൽ നിൽക്കുകയാണ്. അതിൻ്റെ നിഴൽ മറ്റൊരു ഭാഗത്തേക്ക് നമുക്ക് കാണണം. അതെങ്ങനെയാണ്? ഇതിലേതൊക്കെ തിളങ്ങുമ്പോഴാണ് അത് കാണാൻ പറ്റുകയെന്ന് ചോദിക്കുന്നത്. ഏതൊക്കെ തിളങ്ങുമ്പോഴാണ്? സൺ അല്ലേ? നമുക്കറിയാം സൺ ഈ ട്രീസ്, അതേപോലെ നമ്മൾ സൺഡേ അല്ലേ, നമ്മൾ സണ്ണി ഡേയിൽ നമ്മൾ പുറത്ത് നിൽക്കുമ്പോൾ നമ്മളെ നിഴൽ അപ്പുറത്തേക്ക് കാണാൻ പറ്റും അല്ലേ? അതുപോലെ മൂൺ, രാത്രി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മൂൺ ലൈറ്റിൽ നമ്മുടെ നിഴൽ കാണാൻ പറ്റും. അതുപോലെ ലൈറ്റ് ബൾബ് അല്ലേ? ലൈറ്റ് ബൾബ്. അപ്പോൾ അതുപോലെ ബൾബ് ഇട്ടിട്ട് നിങ്ങൾ നോക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാൽ എന്ത് ചെയ്യും? നമ്മുടെ നിഴൽ എന്ത് ചെയ്യും? നമ്മുടെ ഷാഡോ അപ്പുറത്ത് കാണാൻ പറ്റും. അതേപോലെ ഫയർ തീയാളി കത്തുകയാണ്. തീയാളി കത്തുമ്പോൾ നമ്മളതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാൽ എന്ത് ചെയ്യും? അപ്പോഴും നമ്മുടെ നിഴൽ കാണാൻ പറ്റും. ഓക്കെ. മറ്റുള്ളതൊന്നും ബുക്ക്, ഫാൻ, ഫ്ലവർ, ചെയർ ഇവയൊക്കെ തിളങ്ങുമോ? ഇല്ല അല്ലേ? ഇവയൊന്നും പറ്റില്ല. ഈ മറ്റ് സൺ, മൂൺ, ലൈറ്റ് ബൾബ്, ഫയർ ഇതൊക്കെ ചെയ്യാം. അതൊക്കെ ടിക്ക് ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ സർക്കിൾ ചെയ്യാം. ഓക്കെ, വി ക്യാൻ ഗോ ത്രൂ ദി പോയം. When the sun shine. Okay, the poet is saying about sunshine. The poet is saying, what is the name of the poet? Louis Binderscott. Okay, when the sun shines, I can see my shadow right in front of me. When I walk, my shadow walks. When I hope, my shadow hopes. When I jump, my shadow jumps. And when I stop, my shadow stops. Louis Binderscott. What's the meaning? All of you listen once again. When the sun shines, I can see. സൂര്യൻ ഉദിക്കുമ്പോൾ, സൂര്യൻ തിളങ്ങുമ്പോൾ, സൂര്യൻ ഉദിക്കല്ല, സൂര്യൻ തിളങ്ങുമ്പോൾ ഐ ക്യാൻ സീ, എനിക്ക് കാണാൻ പറ്റും എന്ത്? മൈ ഷാഡോ റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മീ, എൻ്റെ നിഴൽ എൻ്റെ മുന്നിൽ നിൽക്കുന്നത് എനിക്ക് കാണാൻ പറ്റും. എൻ്റെ നിഴൽ എൻ്റെ മുന്നിൽ നിൽക്കുന്നത് എനിക്ക് എന്തിനു ചെയ്യാൻ പറ്റും? ഇതാ കണ്ടോ, നിഴൽ കണ്ടില്ലേ? ഈ കുട്ടി കാണിക്കുന്ന അതേപോലെ കണ്ടോ നിഴൽ? കണ്ടില്ലേ? യെസ്. മൈ ഷാഡോ റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. വെൻ ഐ വോക്ക്, മൈ ഷാഡോ വോക്സ്. വെൻ ഐ ഹോപ്പ്, മൈ ഷാഡോ ഹോപ്സ്. വെൻ ഐ വോക്ക് അല്ലേ, ഞാൻ നടക്കുമ്പോൾ എന്ത് ചെയ്യും? ഞാൻ നടക്കുമ്പോൾ എൻ്റെ നിഴൽ അതേപോലെ നടക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടും അല്ലേ? വെൻ ഐ ഹോപ്പ്, ഞാൻ ചാടുമ്പോഴോ? മൈ ഷാഡോ ഹോപ്സ്, എൻ്റെ ഷാഡോ എന്ത് ചെയ്യും? എൻ്റെ നിഴൽ എന്ത് ചെയ്യും? എൻ്റെ നിഴൽ ചാടും അല്ലേ? വെൻ ഐ ജംപ്, മൈ ഷാഡോ ജംപ്സ്. ഞാൻ ചാടുമ്പോൾ. ഹോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെല്ലെ നമ്മൾ കൊക്ക് ചാടൂലേ, കൊക്ക് ചാടുന്നതിനാണ് ഹോപ്പ് എന്ന് പറയുന്നത്. ജമ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ ചാട്ടം കേട്ടോ, അത് രണ്ടും വ്യത്യാസമുണ്ട്. ഹോപ്പ് മീൻസ് ഇങ്ങനെ ചാടി. ജമ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മളൊരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ചാടൂലേ, അതിനാണ് ജമ്പ്. ആൻഡ് വെൻ ഐ സ്റ്റോപ്പ്, മൈ ഷാഡോ സ്റ്റോപ്സ്. ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ ഷാഡോ സ്റ്റോപ്പും ചെയ്യും. ഞാൻ നിൽക്കുമ്പോൾ എന്ത് ചെയ്യും? എൻ്റെ ഷാഡോ സ്റ്റോപ്പ് ചെയ്യും. ഷാഡോ മീൻസ് നിഴൽ. വൺസ് അഗെയിൻ. When the sun shines, all of you read with me. When the sun shines, I can see my shadow right in front of me. When I walk, my shadow walks. When I hope, my shadow hopes. When I jump, my shadow jumps. When I stop, my shadow stops. Once again. When the sun shines, I can see my shadow right in front of me. When I walk, my shadow walks. When I hope, my shadow hopes. When I jump, my shadow jumps. When I stop, my shadow stops. Okay. Yes. Next, answer the following questions. We can go through the exercise. Answer the following questions. What does the poet see when the sun shines? What does the poet see when the sun shines? Answer the following.
വാട്ട് ഡസ് ദ പോയറ്റ് സീ വെൻ ദ സൺ ഷൈൻ? ആ, സൂര്യൻ തിളങ്ങുമ്പോൾ എന്താണ് പോയറ്റിന് കാണാൻ പറ്റുക? ദ പോയറ്റ് സീസ് ഹെർ ഷാഡോ വെൻ ദ സൺ ഷൈൻസ്. വെൻ ദ സൺ ഷൈൻസ്, when the sun shines, the poet sees her shadow. The poet sees her shadow. Next, number 2, when the sun shines. What does the poet see when the sun shines? The poet, when the sun shines, the poet sees her shadow. Next, what happens to the shadow when the poet hopes? പോയറ്റ് ഹോപ്പ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? when the poet hopes, the shadow hopes to. ഇവിടെ ടു എന്ന് ഉപയോഗിച്ച എന്തിനാണെന്നറിയോ? ടു, ഷാഡോയും ഒപ്പം, ഷാഡോയും ചാടുന്നുണ്ടെന്നുള്ള അർത്ഥം. വെൻ ദ പോയറ്റ് ഹോപ്സ് ദ ഷാഡോ ഹോപ്സ് ടു. ഷാഡോയും എന്നുള്ള അർത്ഥത്തിലാണ് ടു അവിടെ ഉപയോഗിച്ചത്. TOO. നെക്സ്റ്റ്, വെൻ ഡസ് ദ ഷാഡോ ജംപ്സ്? When does the shadow jumps? The shadow jumps when the shadow jumps when the poet the shadow jumps when the poet jumps. The shadow jumps when the poet jumps. The shadow jumps when the poet jumps. Okay. Can we have a shadow without sunlight? How? In this poem, this poet is saying, when the sun shines, there is a shadow for her. When she jumps, there is a shadow jumping. When she hopes, there is a shadow hopping. Alle? Here is saying, can we have a shadow without sunlight? Sunlight ഇല്ലാതെ നമുക്ക് ഷാഡോ ഉണ്ടാവുമോ? അത് മിസ് തുടക്കത്തിൽ പറഞ്ഞു. ഏതൊക്കെയാണ് സൺലൈറ്റ് ഇല്ലാതെ ഏതൊക്കെ ഷൈൻ ചെയ്യുമ്പോഴാണ് ഷാഡോ ഉണ്ടാവുക? മൂൺ, ലൈറ്റ് ബൾബ്, ഫയർ, അല്ലേ? ഇത് മൂന്നും ഷൈൻ ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ഷാഡോ ഉണ്ടാവും. സൺഷൈനിന് മാത്രമല്ല എന്തുണ്ടാവുക? സൺലൈറ്റിന് മാത്രമല്ല ഷാഡോ ഉണ്ടാവുക. യെസ്. നെക്സ്റ്റ് ഡിയേഴ്സ്, ലുക്ക് അറ്റ് ഈച്ച് ഷാഡോ കെയർഫുള്ളി ആൻഡ് നെയിം ദ ആനിമൽ. യൂസ് ദ ഹെൽപ്പ് ബോക്സ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഷാഡോ നന്നായി ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യുക? ഈ ആനിമലിൻ്റെ പേര് ഇവിടെ എഴുതണം. ഈ ഹെൽപ്പ് ബോക്സിലുണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ റാബിറ്റ്, സെക്കൻഡ് വൺ സ്ക്യൂറൽ. ഫസ്റ്റ് വൺ എന്താ? റാബിറ്റ് എന്താണ്? മുയൽ. സ്ക്യൂറൽ മീൻസ് അണ്ണാൻ. തേർഡ് വൺ ബേർഡ്. ഫോർത്ത് വൺ ഡോഗ്. ഫസ്റ്റ് വൺ റാബിറ്റ് മുയൽ, സ്ക്യൂറൽ അണ്ണാൻ, ബേർഡ് നിങ്ങൾക്ക് അറിയില്ലേ, പിന്നെ ഡോഗ്. ഏതൊക്കെയാവും നിങ്ങൾക്കറിയാം മക്കളെ? അതിൽ നോക്കി നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ലേ ഏതൊക്കെയാണ്? ഐ തിങ്ക്, എൻ്റെ അഭിപ്രായം മിസ് ഇവിടെ എഴുതാണ്. ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക. മിസ്സിന് തോന്നുന്ന പോലെ മിസ് ഇവിടെ എഴുതുന്നുണ്ട് കേട്ടോ. ഈ ഫസ്റ്റ് വൺ എന്തിൻ്റെയാണ്? ഫസ്റ്റ് വൺ ബേർഡ്. ഐ തിങ്ക് ഇറ്റ് ഈസ് ബേർഡ്. സെക്കൻഡ് വൺ എന്താവും? ഡോഗ്. പിന്നെ തേർഡ് വൺ റാബിറ്റ്. ഫോർത്ത് വൺ സ്ക്യൂറൽ. ഇതാണ് മിസ്സിന് തോന്നുന്നത്. മിസ്സിന് തോന്നിയ പോലെ മിസ് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക കേട്ടോ. എന്നെക്കാളും മിസ്സുമാരെക്കാളും കണ്ണിന് കാഴ്ച നിങ്ങൾക്കുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ നന്നായി ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് വി ഹാവ് എ സ്മോൾ പാർട്ട് ലിസണിങ്. എന്താണ്?
ലിസണിങ് ടോക്ക് എന്ന് പറഞ്ഞിട്ട് ലിസണിങ് ടാസ്ക് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ഭാഗമുണ്ട്. അത് മിസ്സ് ഒന്ന് വായിച്ചു തരാം, ശരിക്കും ശ്രദ്ധിക്കുക. ലിസൺ ടു ദ നെക്സ്റ്റ് ടെക്സ്റ്റ് റീഡ് ബൈ യുവർ ടീച്ചർ. നോക്കുക. രചന സ്കൂൾ ക്ലോസസ് ഫോർ ദ സമ്മർ ഹോളിഡേയ്സ് ഓൺ 15th May. ഇറ്റ് ഈസ് ഹോളിഡേ ടൈം അഗെയിൻ. ദാസ് ഹാസ് പ്രോമിസ് ടു ടേക്ക് ദ ഫാമിലി ടു രാമേശ്വരം. രചന ഈസ് ത്രിൽഡ്. രചന എന്ന പേര്, രചന ഈസ് ദ നെയിം ഓഫ് എ ഗേൾ. ആ രചനയുടെ സ്കൂൾ എന്ത് ചെയ്യാണ്? 15 മെയ് 15 അടക്കുകയാണ്. സമ്മർ ഹോളിഡേയ്സിന് വേണ്ടി അടക്കുകയാണ്. നമ്മുടെ സ്കൂൾ എന്നാ അടക്കാറ്? മാർച്ച് 31 അടക്കും അല്ലേ? ഇറ്റ് ഈസ് ഹോളിഡേ ടൈം അഗെയിൻ. വീണ്ടും ഹോളിഡേ ടൈം വന്നിട്ടുണ്ട്. എന്നിട്ടോ ദാസ് ഹാസ് പ്രോമിസ് ടു ടേക്ക് ദ ഫാമിലി ടു രാമേശ്വരം. അപ്പോൾ ദാസ് ആരായിരിക്കും? ദാസ് രചനയുടെ ഫാദർ ആയിരിക്കും അല്ലേ? ഫാദർ ദാസ് എന്നിട്ട് രാമേശ്വരത്തേക്ക് കൊണ്ടുപോകാം, അവരുടെ ഫാമിലിയെ രാമേശ്വരത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. രചന ഈസ് ത്രിൽ. രചനയ്ക്ക് നല്ല ത്രില്ലായി. ഇറ്റ് വാസ് ദ ലാസ്റ്റ് ഡേ ഓഫ് സ്കൂൾ. സ്കൂളിലെ ലാസ്റ്റ് ഡേ ആണെന്ന്. ദ ബെൽ റാങ്. ബെല്ലടിച്ചു. ദ ചിൽഡ്രൻ വിഷ്ഡ് ദ ടീച്ചർ ഹാപ്പി ഹോളിഡേയ്സ് മാം. കുട്ടികൾ എന്ത് പറഞ്ഞു? കുട്ടികൾ ടീച്ചേഴ്സിന് ഹാപ്പി ഹോളിഡേയ്സ് എന്നൊക്കെ പറഞ്ഞു. രചന ഗോട്ട് ഇൻ ടു ദ ബസ്. രചന ബസ്സിൽ കയറി. ഓൾ ത്രൂ ദ വേ ബാക്ക് ഹോം ഷീ വാസ് ഡ്രീമിങ് അബൌട്ട് രാമേശ്വരം. സ്കൂളിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് എന്തായിരുന്നു രചനയുടെ മനസ്സിൽ? രചനയുടെ മനസ്സിൽ രാമേശ്വരം രാമേശ്വരം എന്നുള്ള സ്വപ്നമായിരുന്നു അല്ലേ? രാമേശ്വരത്തേക്ക് പോകണം എന്നുള്ള സ്വപ്നമായിരുന്നു രചനയുടെ മനസ്സിൽ. ഓക്കെ, ഇനി ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഓറലി. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് നോക്കുക. വെൻ ഡിഡ് രചന സ്കൂൾ ക്ലോസ് ഫോർ ദ ഹോളിഡേയ്സ്? മിസ് പറഞ്ഞു തരാം, അതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതണം കേട്ടോ, നിങ്ങൾക്കൊരു പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ്. വെൻ ഡിഡ് രചന സ്കൂൾ ക്ലോസ് ഫോർ ഹോളിഡേയ്സ്? ഇതൊക്കെ ഇതിലുണ്ട്. എന്താണ്? വെൻ ഡീസ് രചന സ്കൂൾ ക്ലോസസ് ഫോർ ദ സമ്മർ ഹോളിഡേയ്സ് ഓൺ 15th May. കണ്ടില്ലേ? നെക്സ്റ്റ്, വാട്ട് പ്രോമിസ് ഡിസ് രചനാസ് ഡാഡ് മേക്ക്? എന്ത് പ്രോമിസാണ് രചനയുടെ ഡാഡ് ചെയ്തത്? ഡാഡ് ഹാസ് പ്രോമിസ് ടു ടേക്ക് ദ ഫാമിലി ടു രാമേശ്വരം. വാട്ട് ഡിഡ് ദ ചിൽഡ്രൻ സേ ടു ദ ടീച്ചർ? കുട്ടികൾ എന്താണ് ടീച്ചറിനോട് പറഞ്ഞത്? ഹാപ്പി ഹോളിഡേയ്സ് മാം അല്ലേ? നെക്സ്റ്റ്, ഹൗ ഡിഡ് രചന ഗോ ബാക്ക് ടു ഹെർ ഹോം ഫ്രം സ്കൂൾ? എങ്ങനെയാണ് പോയത്? രചന എങ്ങനെയാണ് പോയത്? രചന ഗോട്ട് ഇൻ ടു ദ ബസ്. ഷീ വാസ് ഡ്രീമിങ് അബൌട്ട് രാമേശ്വരം. വാട്ട് വാസ് രചന തിങ്കിങ് അബൌട്ട് ആൾ ത്രൂ ദ വേ? ഹൗ ഡിഡ് രചന ഗോ ബാക്ക് ടു ഹെർ ഹോം ഫ്രം സ്കൂൾ? എങ്ങനെയാണ് പോയത്? അപ്പോൾ എങ്ങനെ എഴുതേണ്ടത്? ബൈ ബസ്. രചന ഗോ ബാക്ക് ടു ഹെർ ഹോം ബൈ ബസ് എന്നാണ് എഴുതേണ്ടത്. എടുത്തിട്ടോ. വാട്ട് വാസ് രചനാസ് തിങ്കിങ് അബൌട്ട് ആൾ ത്രൂ ദ വേ ബാക്ക് ഹോം? വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് എന്തായിരുന്നു രചനയുടെ മനസ്സിൽ? ഷീ വാസ് ഡ്രീമിങ് അബൌട്ട് രാമേശ്വരം. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ വേർഡ് ത്രിൽഡ്? ത്രിൽഡ് കൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? എന്താണ് ത്രിൽ? ത്രിൽഡ് മീൻസ് ഹാപ്പി. ത്രിൽഡ്, ഹാപ്പി. ഓക്കെ ഡിയേഴ്സ്, we will stop our class here. Our last class is this. I told you this is our last class in this year in English. In English, this is our last class. There are some worksheets I told you. I will send you through WhatsApp. Okay.